ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഞാൻ സിനിമ തുടങ്ങുമ്പോൾ ഉള്ളത് ഈ സൗണ്ട് ട്രാക്ക് ഓരോ ട്രാക്കും ഓരോ സി ഡിയിൽ, അതായത് ഒരു എക്സാമ്പിൾ എഫക്സ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു ട്രാക്കിന് ഒരു 25-30 CD ഉണ്ടാവും. ഈ സി ഡി കോർത്തിണക്കിയിട്ടാണ്, അതായത് ഒരു റീലിൽ തന്നെ 4 CD ഉണ്ടാവും എഫക്സ് മാത്രം. അത് കഴിഞ്ഞാൽ അറിയാമല്ലോ അടുത്തത് ആ ഒരു ഓരോന്നിനും ഓരോ വോയിസ് ട്രാക്ക് ആണെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ മറ്റേ കോറസ് ആണെങ്കിൽ അതുപോലെ, കോറസ് ക്രൗഡ് വോയിസിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓരോന്നിനും. ഞാൻ 2003 കാര്യങ്ങളാണ് പറയുന്നത്, 3-4 ഉള്ള കാര്യം. ആ കാലഘട്ടത്തിലുള്ളതെല്ലാം ഇപ്പോഴും 2015 ശേഷമാണ് എല്ലാം മൈനസ് ട്രാക്ക് എന്ന് പറഞ്ഞൊരു ഇത് വന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സൗണ്ട് ട്രാക്ക് എന്ന് പറയുന്നത് നമ്മൾ സിനിമയുടെ സൗണ്ട് നെഗറ്റീവ് വെച്ച് മാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത് DTS സെന്റർ, അന്ന് DTS ഉണ്ട്, DTS ഇതിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാ CD ആണെങ്കിലും M8 ആണെങ്കിലും M8നെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇതാക്കി എടുക്കുകയാണ്. ഇതെല്ലാം ചെയ്തെടുത്ത് വന്നിട്ട് ഇത് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ തുണിയുമ്പോഴാണ് മലയാള സിനിമയ്ക്കൊരു ഡബിങ് സിനിമയിൽ പെർഫെക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. മറ്റു പണ്ട് അങ്ങനെ അല്ലായിരുന്നു, നെഗറ്റീവ് ട്രാക്ക് മാത്രം മതി. DTS കാര്യം അറിയില്ല, നെഗറ്റീവ് സൗണ്ട് ട്രാക്ക് മാച്ച് ചെയ്ത് അത് ഡബ് ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ ചെയ്തിട്ട് അത് മാച്ച് ചെയ്ത് എഡിറ്റർ മാച്ച് ചെയ്ത് കൊടുത്താൽ ഇത്. പിന്നെ അതിന് പെർഫെക്ഷൻ നോക്കണ്ട, സോങ്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാടകീയതയുള്ള ഡബിങ് സ്റ്റൈലായിരിക്കാം. അങ്ങനെ ഇത് പെർഫെക്ഷനുള്ള ഡബിങ് വേണം, പെർഫെക്ഷനുള്ള സോങ്സ് വേണം, മറ്റു പലതരത്തിലുള്ള മലയാളി ചേരുവകൾ ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൂട്ടിയിണക്കിയിട്ട് ഒരു ഡബിങ് സിനിമ കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന, അത് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഇന്നുള്ള തലമുറയ്ക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ട് കാണും. പക്ഷെ അന്നത്തെ എൻ്റെ കാലഘട്ടത്തിൽ 2010 വരെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 2010 വരെ എടുത്തിട്ടുള്ള എഫേർട്സ് അത് മറ്റൊരാൾ ചെയ്താൽ പറ്റത്തുമില്ല. മറ്റൊരു വ്യക്തി ഇതിൻ്റെ പുറകെ നിന്നാൽ അവർക്ക് അറിയത്തുമില്ല ഇതിലേത് ട്രാക്കാണ് എന്താണ്. ഓരോ CD ഓരോ ട്രാക്കിലുണ്ടാവും. ഇപ്പോൾ ഹാപ്പി റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു കഥ പറയാം. ഹാപ്പിയുടെ ട്രാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ആര്യ റിലീസ് ചെയ്യുമ്പോൾ ആര്യയുടെ ട്രാക്ക് കിട്ടി, അതായത് ഡബ് ട്രാക്ക്, മറ്റുള്ള അതിൻ്റെ മറ്റുള്ള ട്രാക്ക് എഫക്ട്സ് ട്രാക്കൊക്കെ കിട്ടി. IT ട്രാക്ക്, ഇത് മ്യൂസിക് ട്രാക്ക് തന്നില്ല. 1 വർഷത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. ഇന്നത്തെ DSP എന്ന് വിളിക്കുന്ന ദേവി ശ്രീപ്രസാദോട്. അവസാനം പുള്ളിയുടെ ബ്രദറുണ്ട് സാഗർ എന്ന് പറഞ്ഞിട്ട്, അയാൾ വഴി ഞാനത് കൺവീൻസ് ചെയ്തെടുത്തു. പിന്നെ ദിൽരാജു ഇടപെട്ടു. ഒത്തിരി പാടുപെട്ടിട്ടാണ് ആ ട്രാക്ക് ഒപ്പിച്ചെടുത്തത്. ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു സിനിമ തിയേറ്ററിക്കലി നമ്മളൊരു ഡബിങ് സിനിമയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുന്നവരും ഉണ്ടാവാം മേ ബി. പക്ഷെ ആ സിനിമയിൽ ഞാൻ എടുത്തിട്ടുള്ള എഫേർട്സുകൾ വിവരിക്കുന്നതല്ല. ഒരു സിനിമയുടെ പെർഫെക്ഷന് വേണ്ടി ഞാൻ അത് വളരെയധികം എഫേർട്സ് എടുത്തിട്ടുണ്ട്. അതിലുള്ള ഒരു വിജയമാണ് ഹാപ്പി ആയാലും ആര്യ ആയാലും മറ്റു സിനിമകളായിരുന്നാലും. എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 87 മുതൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ഒരാളാണ്, ചെന്നൈ കടന്നവരാണ്. അപ്പൊ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, സിനിമയോടുള്ള ഭ്രാന്തമായ പാഷനും ഉള്ളതിൻ്റെ പേരിൽ എൻ്റെ എല്ലാ സിനിമകളും, നിങ്ങൾ ഡബിങ് സിനിമകളായിട്ട് എഴുതി തള്ളുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല, ഹാപ്പി ആണെങ്കിലും ആര്യ ആണെങ്കിലും കൃഷ്ണ ആണെങ്കിലും ഇതൊക്കെ അല്ലൂർ പടങ്ങളാണ്. അല്ലാതെ നിങ്ങൾ വിലയിരുത്തു ഹാപ്പി ഡേയ്സ്, ഇത് ഞങ്ങളുടെ ലോകം, 100% ലവ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള, ഇതൊന്നും കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലുള്ള സിനിമകളല്ല. അതെല്ലാം ഈ ഡബിങ് നിങ്ങൾ ചോദിച്ച പോലെ സൗണ്ട് ട്രാക്കുകളൊന്നും 2015 ശേഷം വ്യക്തമായിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന നല്ല സിനിമകൾ, പ്രണയമായി ആണെങ്കിൽ പ്രണയമായി ബിഗ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല്ലെന്ന് അറിയില്ല. അപ്പോൾ അത് തിരുവനന്തപുരം ചിത്രാഞ്ജലി ചെയ്തപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇതിന് സൗണ്ട് ട്രാക്ക് ചെയ്ത് അത് വ്യക്തതയില്ല, ക്ലാരിറ്റി ഇല്ല. അവസാനം എടുത്തുകൊണ്ട് ഓടി ഇവിടുന്ന് ചെന്നൈക്ക്. അത് അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഒന്നേ ഉള്ളൂ, ആ സിനിമകളിലെല്ലാം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ എഫേർട്സ് എടുത്തിട്ടുണ്ട്. അതാണ് സത്യാവസ്ഥ.